പഞ്ചാബ് എഫ് സി ഹൈദരാബാദ് എഫ് സി മത്സരത്തിൽ ഒരു 2-0 എന്ന നിലയിൽ ഹൈദരാബാദ് എഫ് സിയെ പരാജയപ്പെടുത്തി പഞ്ചാബിന് വിജയിക്കാൻ സാധിച്ചു. ISLന്റെ തുടക്കത്തിലെ 3 മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് പഞ്ചാബ് എഫ് സി പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ് എന്നുള്ളതാണ്. 9 പോയിന്റുകളായിട്ട് ഒരു പോയിന്റും എവിടെയും കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഹൈദരാബാദ് എഫ് സി ആണെങ്കിൽ തുടർച്ചയായിട്ടുള്ള 2ാമത്തെ മത്സരത്തിലും പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം പഞ്ചാബ് എഫ് സി ഒരു നല്ല തുടക്കം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഹൈദരാബാദ് എഫ് സിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യ മാച്ചിൽ അവർ 3-0 BFCക്ക് എതിരെ തോറ്റെങ്കിലും അവർ നല്ലൊരു ഫുട്ബോൾ കാഴ്ചവെച്ചിരുന്നു. പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും കഴിഞ്ഞ മാച്ചിൻ്റെ അത്രയും ഒരു പെർഫോമൻസ്, ഓവറോൾ പെർഫോമൻസ് കുറച്ച് ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. മാത്രമല്ല പഞ്ചാബ് എഫ് സി ഈ ഒരു മത്സരത്തിൽ 2-0 അല്ലായിരുന്നു ജയിക്കേണ്ടിയിരുന്നത്. കാരണം കുറച്ചും കൂടി ക്ലിനിക്കലായിരുന്നെങ്കിൽ ഒരുപാട് ഗോളുകളൊക്കെ അടിക്കാനുള്ളൊരു അവസരം പഞ്ചാബ് എഫ് സിക്ക് മുന്നിലുണ്ടായിരുന്നു. അത് പലതും നഷ്ടപ്പെട്ടു പോയതാണ് എന്നുള്ളതാണ്. ഇപ്പം കളിയുടെ തുടക്കത്തിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് ഡിഫൻഡറുടെ ഭാഗത്ത് നിന്ന് വന്നിട്ട് ഫിലിപ്പിന് നല്ലൊരു അവസരം കിട്ടി. പക്ഷേ അത് ഗോൾ കീപ്പർ സേവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫിലിപ്പിന് വിദാൽ നല്ലൊരു ക്രോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഹെഡർ ഗോളാക്കാനുള്ള അവസരമായിരുന്നു. അത് മിസ്സായിപ്പോയി. അതിനുശേഷം നിഹാലിനെ ഫൗൾ ചെയ്യുന്നൊരു അവസരത്തിലാണ് 35th മിനിറ്റിലാണ് ഒരു ഫ്രീ കിക്ക് കിട്ടുന്നത്. അത് ഗോളാക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. കാരണം കുറച്ച് അകലെ നിന്നുള്ളൊരു അവസരമായിരുന്നു. പക്ഷേ അത് 1-ാം തരം ഫ്രീ കിക്ക് ബ്ലോക്കിനെയൊക്കെ എന്താ പറയുക, ബോളിനെയൊക്കെ മറികടന്നുകൊണ്ട് തന്നെ അത് സ്കോർ ചെയ്യാനായിട്ട് വിദാലിന് സാധിച്ചു. ISLലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രീ കിക്ക് ഗോൾ തന്നെ എന്നുള്ള വിശേഷിപ്പിക്കാൻ പറ്റുന്നൊരു ഗോൾ തന്നെയായിരുന്നു അത് എന്നുള്ളതാണ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ആണ് ഫിലിപ്പിൻ്റെ ഒരു ഗോളാണ് വരുന്നത്, 2ാമത്തെ ഗോളായിട്ട്. അത് ഫിലിപ്പ് ബക്കങ്കയ്ക്ക് ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷേ അദ്ദേഹം മിസ്സാക്കി. അത് സെക്കൻഡ് ബോൾ റീബൗണ്ട് വന്ന ബോൾ ഫിലിപ്പ് അടിച്ച് വലയ്ക്കുള്ളിലാക്കി എന്നുള്ളതാണ്. ഫിലിപ്പ് വാട്ട് എ പെർഫോമൻസ്, അദ്ദേഹത്തെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഈ സീസണിൽ മാത്രം ISLലേക്ക് വന്നിട്ടുള്ളൊരു പ്ലെയറാണ്, ഒരു മിഡ്ഫീൽഡറാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹമാണ് എനിക്ക് തോന്നുന്നു ബക്കങ്കയ്ക്ക് മുൻപ് കളിച്ചത്. ബക്കങ്ക കുറച്ചും കൂടി ഒരു ഫാൾസ് നയനൊക്കെ പോലെയാണ് കളിച്ചിരുന്നത്. ഫിലിപ്പ് അതുകൊണ്ട് തന്നെ ഒരു മികച്ച പെർഫോമൻസ് നടത്താൻ സാധിച്ചു. അതുപോലെ മിഡ്ഫീൽഡിൽ നിഖിൽ പ്രഭുവിൻ്റെ വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു പ്രകടനം തന്നെയാണ് അദ്ദേഹം ഈ ഒരു മാച്ചിൽ നടത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും എന്താ പറയുക, നെക്സ്റ്റ് ഉടനെ തന്നെ നാഷണൽ ടീമിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പേര് തന്നെയാണ് നിഖിൽ പ്രഭു എന്നുള്ളതാണ്. ഇന്ന് നിഹാലിന് നല്ല ചാൻസസ് ഉണ്ടായിരുന്നു, അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് ഹാഫിൽ ലിയോൺ വന്നിട്ട് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ചാൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളായിരുന്നു. അതും പറഞ്ഞ പോലെ ഗോളിലേക്കൊന്നും പോയില്ല എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഒരു ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും എനിക്ക് ഇനി പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കങ്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയറാണ്. അദ്ദേഹം പെർഫോമൻസ് അത്ര ഒരു മികച്ച രീതിയിലേക്ക് വരുന്നില്ല. കാരണം അദ്ദേഹം ഒരു അൺഫിറ്റ് ആണ് എന്നുള്ളൊരു ഡൗട്ടുണ്ട്. കാരണം അദ്ദേഹം വളരെ ഒരു കാഷ്വലായിട്ടൊരു അപ്രോച്ചൊക്കെ പോലെയാണ് പലപ്പോഴും തോന്നുന്നത്. ബോൾ കിട്ടുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒരു സ്പീഡ് യൂട്ടിലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫിനിഷിങ് സ്കില്ലാണ്. ഞാൻ അദ്ദേഹത്തിന് തന്നെ 2-3 ഗോളൊക്കെ അടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക്. ഇതൊന്നും അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു പ്രശ്നമായിട്ട് തന്നെ പറയാവുന്നതാണ്. അതിനി മുന്നോട്ട് പോകുമ്പോൾ ലൂക്ക മാച്ചിന് ഒരു ദീർഘകാലം പുറത്തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ബക്കങ്കെ ഒരു പ്രതീക്ഷ പഞ്ചാബ് എഫ് സി അവരുടെ നമ്പർ 9 വെക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ആ ഒരു പെർഫോമൻസ് ഉയരാൻ പ്രതീക്ഷിച്ച് അത്ര ഉയരാൻ സാധിച്ചില്ലെങ്കിൽ അവരുടെ സ്കോറിങ്ങിൻ്റെ കാര്യത്തിലേക്ക് ഒരു പ്രശ്നമായിട്ട് വരും എന്നുള്ളതാണ് പ്രതീക്ഷിച്ചത്. ഇനി ഈ ഒരു മത്സരത്തിൽ ഒരു റെഡ് കാർഡ് പറഞ്ഞ കൂടി മത്സരമായിരുന്നു. ലിയാൻഡറിന് ആണ് സെക്കൻഡ് ഹാഫിൻ്റെ ഒരു അവസാന മിനിറ്റ്സിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും സെക്കൻഡ് യെല്ലോ കിട്ടിയിട്ട് ഹൈദരാബാദിൻ്റെ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള താരത്തിന് പോകേണ്ടി വന്നത്. ഇനി എടുത്തു പറയേണ്ട ഒരു പേര് എന്ന് പറയുന്നത് പനോസ് എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചാബ് എഫ് സിയുടെ പരിശീലകൻ തന്നെയാണ്. അദ്ദേഹം ഈ സീസണിൽ ആദ്യമായിട്ട് ISLലേക്ക് വന്നതാണ്. കുറച്ച് സെറ്റ് ഓഫ് പുതിയ ഫോറിനേഴ്സാണ്. അങ്ങനെ ഭയങ്കര പേര് കേട്ടിട്ടുള്ള ഇന്ത്യൻ പ്ലേയേഴ്സൊന്നുമല്ല. അങ്ങനെ ഒരു ടീമിനെ വെച്ചിട്ട് ISLലെ തുടക്കത്തിലെ തന്നെ 3 മത്സരങ്ങൾ വിജയിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി ടാസ്ക് അല്ല ഒരിക്കലും. അത് അദ്ദേഹം അച്ചീവ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ ഒരു ഓർമ്മയിലാണെങ്കിൽ ലൊബേറ അല്ലെങ്കിൽ ആൽബർട്ട് റോക്കൊക്കെയാണ് ഇങ്ങനെ ഒരു ഫസ്റ്റ് ISL സീസണിൽ തന്നെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ആദ്യഘട്ടത്തിൽ മുന്നേറ്റം നടത്തുന്നത്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമ്പോസ് പറയാം. അപ്പം അങ്ങനത്തെ ഒരു മുന്നേറ്റം നടത്തുന്നതിലൊരു കൃത്യമായിട്ടുള്ളൊരു ക്രെഡിറ്റ് ഈ പാനോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പരിശീലകനുണ്ട്. അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് തീർച്ചയായിട്ടും കണ്ടറിയേണ്ടത്. അവരുടെ ഒരു ടീം സ്പിരിറ്റും അവരുടെ ഒരു ഗെയിമും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ ഒപ്പീനിയൻസ് ചോദിച്ചാലും കമ്പോസ് ചെയ്യാൻ പറ്റും. സനിയ.